നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് നമ്മൾ ചെയ്യുന്നത് മോഷൻ എ പ്ലെയിന്റെ പാർട്ട് 2 ആണ്. അന്നേരം നിങ്ങൾ ആലോചിക്കുക, ഇനി ഇത്രയും ചാപ്റ്റർ ഉണ്ട്, എല്ലാ ദിവസങ്ങളും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാം. നാളെ മറക്കരുത്, നാളെ +1 ഇംപ്രൂവ്മെന്റ് എഴുതുന്നവർക്ക് ഫിസിക്സിന് നാളെ ഒരു സർപ്രൈസ് വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസ് ആയിരിക്കും. ഈ എല്ലാ കുട്ടികളും, അതായത് കേരളത്തിലെ എല്ലാ +1 എഴുതുന്ന കുട്ടികൾക്കും നാളത്തെ ഒരു വീഡിയോയോടുകൂടി ഒരു ഭയങ്കര ഒരു സർപ്രൈസ് ഉണ്ട്. ഒരിക്കലും ആ സർപ്രൈസ് ഞാനിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. നാളെ നിങ്ങൾ ആ സർപ്രൈസ് നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ. നാളെ 5 മണിക്ക് ആ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് 5 മണിക്ക് വരും. 5 മണിക്ക് കാണുക, സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും നാളെ 5 മണിക്ക് വരുന്ന വീഡിയോ. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസേഴ്സ് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പം ചില പാർട്ടൊക്കെ 1 ഉം 2 ഉം വരുന്നത്. കാരണം കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ വെക്ടേഴ്സിന്റെ വീഡിയോയിൽ വെക്ടേഴ്സ് മാത്രം, ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും ഒക്കെ ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാവുന്ന രീതിയിൽ എൻ്റെ ആംഗിളും ഒക്കെ വെച്ചിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ചെയ്തു. അങ്ങനെ ചെയ്യിപ്പിക്കുന്ന വളരെ കുറവായിരിക്കും. അന്നേരം ഇന്ന് മോഷൻ എ പ്ലെയിനകത്ത് തന്നെ പ്രീവിയസ് ഇയറിലെ ഒരുപാട് പെട്ടെന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അന്നേരം നാളത്തെ സർപ്രൈസിന് വേണ്ടി കാത്തിരിക്കുക. എല്ലാ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക, അടിപൊളിയാക്കാം. സർപ്രൈസ് റിവീൽ ചെയ്യുന്നില്ല നാളെ. അന്നേരം നമുക്ക് സ്റ്റാർട്ട് ദി ബാറ്റിൽ. ഓക്കെ വാ, അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് മുമ്പേ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കുക, ഞാൻ എൻ്റെ ആദ്യം മുതലുള്ള എല്ലാ ചാപ്റ്ററിന്റെയും +1 ഇംപ്രൂവ്മെന്റ് ഫിസിക്സിന്റെ വീഡിയോസ് പ്ലേലിസ്റ്റിനകത്ത് 41 വീഡിയോസ് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് അതിന്റെ നോട്ടുകൾ ഇട്ടിട്ടുണ്ട് ഗൂഗിൾ ഡ്രൈവിൽ. രണ്ടാമത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അതും പ്ലേലിസ്റ്റിനകത്ത് കൃത്യമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതും നോക്കി കൃത്യമായിട്ട് പഠിച്ചു പോവാം. അതായത് നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A car is moving along the circumference of a circle of radius r. What is the distance traveled in 1 revolution? What is the displacement in 1 revolution? നല്ല ക്വസ്റ്റ്യൻ. കാരണം ഈച്ച് ക്യാരിങ് 1 മാർക്ക്, ഓരോന്നിനും ഓരോ മാർക്ക്. നമുക്ക് ഓരോ മാർക്കും നിസ്സാരമല്ല. വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 revolution? ഡിസ്റ്റൻസ് ട്രാവൽഡ് 1 revolution എത്രയാണ്? അന്നേരം ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഒരു 1 revolution നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സർക്കിൾ എന്ന് പറയുന്നുണ്ട്. സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നതാണ് അതിന്റെ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ 2πr. കാരണം റേഡിയസ് r ആണ്, അതിന് സംശയം വേണ്ട. അടുത്ത് വാട്ട് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് ഇൻ 1 revolution? അത് ശ്രദ്ധിക്കണം. 1 revolution എന്ന് പറഞ്ഞാൽ ഒരിടത്തും തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുകയാണ്. അടുത്ത ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്. കാരണം നിങ്ങളൊരു ബോൾ എവിടോട്ട് എറിഞ്ഞിട്ട് തിരിച്ച് അതേ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 0 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ട് പോവാം. അന്നേരം ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ഇങ്ങനെ തന്നെ എഴുതുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ 0. സിമ്പിൾ ആയില്ലേ? 2 മാർക്ക് ഈസി ആയിട്ട് കിട്ടിയില്ലേ? അടുത്ത പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ വട്ടം ചോദിച്ചേക്കുന്ന ഒരു ചോദ്യങ്ങളൊന്നാണ്. നമുക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, ചെയ്ത് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അടുത്ത ദി വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇൻ മോഷൻ എ പ്ലെയിൻ. വെക്ടേഴ്സും പ്രൊജക്ടൈലും ഒക്കെ അതിനകത്തൊക്കെ പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ്. അതല്ലാതെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ. അതിനകത്ത് എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം അതിനകത്ത് ഈ ക്വസ്റ്റ്യനകത്ത് എല്ലാ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ചോദിക്കാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യനും പലവട്ടമായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അത് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. An insect trapped in a circular groove എന്ന് പറഞ്ഞ ഒരു പാത്തായിട്ട് കൺസിഡർ ചെയ്താൽ മതി, of radius 12 centimeter, not the point, 12 centimeter, moves along the groove steadily and completes 7 revolutions in 100 seconds. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദി ആംഗുലർ സ്പീഡ് ആൻഡ് ലീനിയർ സ്പീഡ് ഓഫ് മോഷൻ? ഓരോന്നോരോന്ന് ചെയ്ത് നമുക്ക് പോവാം. ഇൻസെക്റ്റിന്റെ അവിടെ പലപ്പോഴും ക്വസ്റ്റ്യനകത്ത് ഒബ്ജക്റ്റ് എന്ന് എഴുതിയിരിക്കും. സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. പലപ്പോഴും വാല്യൂ പോലും വ്യത്യാസമില്ല ചോദിക്കും. വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ കാര്യമായിട്ട് പഠിക്കണം കേട്ടോ. an insect trapped in a circular groove of radius 12 centimeter. നമുക്ക് സെന്റിമീറ്ററിനെ എന്താക്കി മാറ്റണം? മീറ്റർ ആക്കണം. നമ്മുടെ കൊച്ചു പിള്ളേരോട് എഴുതിയിട്ടുണ്ട് റേഡിയസ് r is equal to 12 centimeter, r is equal to 12/100. നോക്കി is equal to 12/100 എന്ന് പറഞ്ഞാൽ 0.12 മീറ്റർ.
സെന്റിമീറ്ററിനെ മീറ്റർ ആക്കണം ഡിവൈഡ് ബൈ 100 അല്ലെങ്കിൽ ഇൻറ്റു 10⁻². 0.12 മീറ്റർ. ഇനിയും കിടക്കുന്ന അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ്, along with you steadily and complete 7 revolutions in 100 seconds. 100 സെക്കൻഡ് എന്ന് പറയുന്ന ടൈമാണ്, 7 revolutions ആണ്. എന്നിട്ട് നമുക്കറിയാം നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ 1 സെക്കൻഡ് നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയാം. ഫ്രീക്വൻസി, നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ F is equal to നമ്പർ ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് 7 by 100. 7 by 100 ഫ്രീക്വൻസി ആയിട്ട് എടുക്കാമല്ലോ. ഓക്കെ വാ. അടുത്ത ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആംഗുലർ സ്പീഡ് ആൻഡ് ലീനിയർ സ്പീഡ്? പലരും തെറ്റിക്കും. ആംഗുലർ സ്പീഡ് എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റിക്ക് തുല്യമാണ്. അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ് മോഷന്റെ പ്ലെയിൻ. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf. ഒമേഗ ഈസ് ഈക്വൽ 2 ഇൻറ്റു പൈക്ക് പകരം 3.14 ഇൻറ്റു എഫിന് പകരം 7/100 എന്നാണ് ചെയ്യുക. ഇൻറ്റു 7/100. നിങ്ങളുടെ ഉത്തരം കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റർ നിങ്ങൾ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും. ഒമേഗ ഈസ് ഈക്വൽ 0.44 റേഡിയൻ പെർ സെക്കൻഡ്. ആംഗുലർ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അത് കറക്റ്റ് ആയിരിക്കണം. ഈ ഉത്തരം കറക്റ്റ് ആകണം. അതിനുള്ള കാരണം പറയാം. അടുത്ത കണ്ടുപിടിക്കേണ്ടത് ലീനിയർ സ്പീഡാണ്. ആംഗുലർ സ്പീഡ് ഒമേഗയാണ്, ലീനിയർ സ്പീഡ് എന്ന് പറയുന്നത് v ആണ്. v ഈക്വൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിന്റെ ഇക്വേഷൻ v ഈക്വൽ r ഒമേഗ. ഇത് കറക്റ്റ് ആയില്ലെങ്കിൽ ഇത് പ്രശ്നമാവും. കാരണം ഒമേഗ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണ്. v ഈക്വൽ ടു r ന് പകരം 0.12 ഇൻറ്റു ഒമേഗയ്ക്ക് പകരം ഈ കിടക്കുന്നത്, ഇതിൽ മിസ്റ്റേക്ക് വരാൻ പാടില്ല, 0.44. v ഈക്വൽ ടു 0.053 അന്നേരം മീറ്റർ പെർ സെക്കൻഡ്. എന്താണ് സാധാരണ സ്പീഡിനെയാണ് നമ്മൾ ലീനിയർ സ്പീഡ് എന്ന് പറയുന്നത്. റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെ പറയുന്ന പേരാണ് ആംഗുലർ സ്പീഡ്. സാധാരണ സ്പീഡ് എന്ന് പറഞ്ഞാൽ ലീനിയർ സ്പീഡാണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അന്നേരം നമ്മൾ ആദ്യം ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആദ്യത്തെ ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്തുള്ളൂ, വാട്ട് ഈസ് ആംഗുലർ സ്പീഡ് ആൻഡ് ലീനിയർ സ്പീഡ് ഓഫ് മോഷൻ. ഈ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ചോണം. അടുത്ത 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈസ് ഇറ്റ്സ് ആക്സിലറേഷൻ വെക്ടർ എ കോൺസ്റ്റന്റ്? ഈസ് ഇറ്റ്സ് ആക്സിലറേഷൻ വെക്ടർ എ കോൺസ്റ്റന്റ് വെക്ടർ? വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്ടർ? ഈ 2 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഉറങ്ങല്ലേ, നല്ല കാര്യമായിട്ടും സീരിയസ് ആയിട്ട് പ്രോബ്ലം ചെയ്തോളാം. ഓക്കെ വാ. നമ്മുടെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, വാട്ട് ഈസ് ദി ആംഗുലർ സ്പീഡ് ആൻഡ് ലീനിയർ സ്പീഡ് ഓഫ് മോഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഈസ് ഇറ്റ്സ് ആക്സിലറേഷൻ വെക്ടർ എ കോൺസ്റ്റന്റ് വെക്ടർ? ഞെട്ടിപ്പിച്ചു വന്നു. ആക്സിലറേഷൻ വെക്ടർ ഒരു കോൺസ്റ്റന്റ് വെക്ടർ ആണോ? തീർത്തും പറയാം നോ. കാരണം നമ്മൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആക്സിലറേഷൻ വെക്ടർ ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് വെക്ടർ അല്ല. നോ ആണ് റീസൺ. ബിക്കോസ് മാഗ്നിറ്റ്യൂഡ് ഈസ് സെയിം ബട്ട് ഡയറക്ഷൻ ചേഞ്ചസ്. നമ്മൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ അത് പഠിക്കുന്നുണ്ട്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതൊരു കോൺസ്റ്റന്റ് വെക്ടർ അല്ല, നോ ആണ്. ബിക്കോസ് മാഗ്നിറ്റ്യൂഡ് ഈസ് സെയിം ബട്ട് ഡയറക്ഷൻ ചേഞ്ചസ്. ഇറ്റ് ഈസ് ഓൾവേസ്, നിങ്ങൾക്കറിയാം സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ മറ്റൊരു പേരുണ്ട് സെൻട്രൽ ആക്സിലറേഷൻ. ഇറ്റ് ഈസ് ഓൾവേസ് സെന്റർ ഓഫ് ദി സർക്കിൾ അലോങ് ദി റേഡിയസ്. അതിന്റെ ഫുൾ അതിന്റെ കോൺസെൻട്രേഷൻ വരുന്നത്, അട്രാക്ഷൻ വരുന്നത് സെന്റർ ഓഫ് ദി സർക്കിൾ അലോങ് ദി റേഡിയസ് ആയിരിക്കും. അത് ക്ലിയർ ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതെല്ലാം ചേർത്ത് വെച്ചാണ് ഈ ക്വസ്റ്റ്യൻ പഠിപ്പിക്കുന്നത് കേട്ടോ. വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ? അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ ആംഗുലർ സ്പീഡും ലീനിയർ സ്പീഡും പഠിച്ചു. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ഉള്ള ഇക്വേഷൻ എന്താണ്? a is equal to r omega square. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഡെറിവേഷൻ ലാസ്റ്റ് പഠിക്കുന്ന ഇക്വേഷൻ ആണ് a is equal to r omega square. a is equal to r ന് പകരം 0.12 ഇൻറ്റു ഒമേഗ വരെ 0.44. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ഒമേഗ സ്ക്വയർ ആൻഡ് 0.44 ദി ഹോൾ സ്ക്വയർ 0.44 ഇൻറ്റു 0.44. ഓക്കെ, നമുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഇത്രയാണ്. a is equal to 0.023. ആക്സിലറേഷന്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമ്മൾ 3 എണ്ണവും ചെയ്തു. ഇത് പ്രീവിയസ് ഇയറിൽ പ്രീവിയസ് ഇയറിൽ ഒരുപാട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഒരെണ്ണമാണ് ഈ പ്രോബ്ലം. നന്നായിട്ട് പഠിച്ചിട്ട് പോകും. അടുത്ത പ്രോബ്ലത്തിലേക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു കൊനക്ഷൻ പിടിച്ച ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, പക്ഷേ ഇച്ചിരി കൊനക്ഷൻ ആണ്. നോക്കാം. ദി ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ a is equal to i plus j and vector b is equal to i minus j. നമ്മൾ വിചാരിക്കും i plus j i minus j. എന്തെളുപ്പം. ഓപ്ഷൻ തന്നിട്ടുണ്ട്, ചിലപ്പോൾ ഓപ്ഷൻ തരാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. 45 ഡിഗ്രി, 90 ഡിഗ്രി, 60 ഡിഗ്രി, 180 ഡിഗ്രി. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആംഗിൾ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ a ഡോട്ട് ബി ചെയ്യാം. ആംഗിൾ എപ്പോഴും കണ്ടുപിടിക്കുന്നത് ഡോട്ട് പ്രോഡക്റ്റ് ആണ്. a ഡോട്ട് ബി is equal to a എന്ന് പറയുന്നത് i plus j ഡോട്ട് b എന്ന് പറയുന്നത് i minus j. ഓക്കെ, ഇനി ഡോട്ട് പ്രോഡക്റ്റ് ഒന്ന് ചെയ്തേ.
കഴിഞ്ഞ ദിവസം നല്ല വൃത്തിയായിട്ട് പഠിപ്പിച്ചതാണ്. ഐ ഡോട്ട് ഐ വെക്ടർ ഒക്കെ ഇട്ട് ഐ ഡോട്ട് ഐ പ്ലസ് ജെ ഡോട്ട് മൈനസ് ജി. ഓക്കെ, ശ്രദ്ധിച്ചു. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ 1, ജെ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ 1. പക്ഷെ ഇവിടെ ജെ ഡോട്ട് മൈനസ് ജെ ആണ്, അന്നേരം -1 1 -1. അന്നേരം എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ഉത്തരം കിട്ടി. ഇത് 1 മാർക്ക് ആകാം, 2 മാർക്ക് ആകാം, 0. അന്നേരം എ ഡോട്ട് ബി ഈസ് ഈക്വൽ 0. അന്നേരം നമ്മൾ വിചാരിക്കേണ്ടതാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കണ്ടീഷൻ പറഞ്ഞു, when two vectors are perpendicular then a dot b is equal to 0. അന്നേരം a dot b is equal to 0 എന്ന് പറഞ്ഞാൽ വെക്ടേഴ്സ് എങ്ങനെ ആയിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇതെല്ലാം നോട്ട് ചെയ്ത് പഠിച്ചോണേ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കണം. when two vectors are parallel ആണെങ്കിൽ 0 ഡിഗ്രി ആയിട്ട് എടുക്കാം. പക്ഷെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അത് ഓപ്ഷൻ 90 ഡിഗ്രി ഉണ്ടോ? ഉണ്ടല്ലോ. ആൻസർ എന്ന് പറയുന്നത് 90 ഡിഗ്രി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാന്നല്ല, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പ്രീവിയസ് ഇയറിലെ മറ്റൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. എന്ത് രസമായിട്ട് വായിക്കാൻ അറിയാം. ദി സീലിംഗ് ഓഫ് എ ലോങ് ഹാൾ ഈസ് 25 മീറ്റർ ഹൈ. നമ്മുടെ സീലിംഗ് ഹാളിന്റെ ഒക്കെ സീലിംഗ് ഇല്ലേ, 25 മീറ്റർ ഹൈ ആണ്. വാട്ട് ഈസ് ദി മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്? മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ആയിരിക്കാം. ദാറ്റ് എ ബോൾ ത്രോൺ വിത്ത് എ സ്പീഡ് ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ്. 25 മീറ്റർ ഹൈ എന്ന് പറഞ്ഞിട്ട് 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ക്യാൻ ഗോ വിത്തൗട്ട് ഹിറ്റിംഗ് ദി സീലിംഗ് ഓഫ് ദി ഹാൾ. തന്നിരിക്കുന്ന ഡേറ്റ ആദ്യം നമുക്ക് നോക്കാം. ഹൈറ്റ് തന്നിട്ടുണ്ട് h is equal to 25 മീറ്റർ. വെലോസിറ്റി തന്നിട്ടുണ്ട് u is equal to 40 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ നമുക്ക് അറിയാം g എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റും ഹൊറിസോണ്ടൽ റേഞ്ചും ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് g വരുന്നുണ്ട്. g എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പക്ഷെ ആംഗിൾ ഇല്ല, തീറ്റ ഇല്ല, ഹൊറിസോണ്ടൽ റേഞ്ച് 6 കണ്ടുപിടിക്കാനില്ല. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അന്നേരം നമുക്ക് കുറച്ച് ചെയ്യാം. ഒന്ന് നോക്കിയത് h is equal to നമുക്കറിയാവുന്ന മാക്സിമം ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. h ന് പകരം 25 ഈക്വൽ, എല്ലാവരും ക്ലിയർ ആവുന്നുണ്ടേ. u സ്ക്വയറിന് പകരം 40, അന്നേരം u സ്ക്വയർ ആവുമ്പോൾ u ന് പകരം 40, u സ്ക്വയർ ആവുമ്പോൾ 40 സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ, തീറ്റ ഇല്ലാതെ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഇൻറ്റു 9.8. ആദ്യം നമുക്ക് ആദ്യം തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കണം. ഈ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ 25 ഇൻറ്റു 2 ഇൻറ്റു 9.8 ബൈ 40 സ്ക്വയർ. ഓക്കെ, a സ്ക്വയർ ഈസ് ഈക്വൽ ടു b ആണെങ്കിൽ a സ്ക്വയർ ഈസ് ഈക്വൽ ടു b ആണെങ്കിൽ a ഈസ് ഈക്വൽ ടു റൂട്ട് b അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ഇതാണെങ്കിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ റൂട്ട് ഓഫ്, മൊത്തം റൂട്ട് കൊടുക്കണം. പലപ്പോഴും പലരും തെറ്റിക്കും, ഫുൾ റൂട്ടിൽ കൊടുത്തു പോകണം. 25 ഇൻറ്റു 2 ഇൻറ്റു 9.8 ബൈ 40 സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന കാൽക്കുലേറ്റർ കൃത്യമായിട്ട് ചെയ്ത് നോക്കണം, 0.5534. അതിൽ നിന്ന് തീറ്റ കണ്ടുപിടിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് സൈൻ ഇൻവേഴ്സ്. നമ്മൾ കാൽക്കുലേറ്ററിനകത്ത് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്തതിനു ശേഷം നോക്കുവാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ആയിട്ട് കിട്ടും. 33 ഡിഗ്രി 36 മിനിറ്റ് എന്ന് കിട്ടും. നിങ്ങൾക്ക് പോയിന്റ് കിട്ടുന്നതാണെങ്കിൽ ഡിഗ്രി മിനിറ്റ് ഒക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിന് വലിയ ആൻസറിന് വലിയ മാറ്റം നിങ്ങൾക്ക് മാർക്കൊന്നും കുറയത്തില്ല. അന്നേരം ആംഗിൾ കിട്ടും. ഇനി നമുക്ക് കാലത്ത് ഇറങ്ങാം. ഹൊറിസോണ്ടൽ റേഞ്ച് r is equal to u square sin 2 theta by g. r is equal to u square എന്ന് പറഞ്ഞാൽ 40 സ്ക്വയർ sin 2 into തീറ്റയ്ക്ക് വരെ 33 ഡിഗ്രി 36 മിനിറ്റ് ബൈ g ക്ക് വരെ 9.8. അന്നേരം തീറ്റ is equal r is equal to 40 സ്ക്വയർ into 2 into 33 ഡിഗ്രി 36 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 37 ഡിഗ്രി 112 മിനിറ്റ് ബൈ 9.8. നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. r എന്ന് പറയുന്നത് കൃത്യം കിട്ടണം. 150.5 മീറ്റർ കുരുങ്ങിപ്പോയതല്ല, സ്പീഡ് പറഞ്ഞായിട്ട് പോയതാണ്, സോറി. r is equal to 150.5 മീറ്റർ. റെപ്പറ്റീഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നന്നായിട്ടൊന്ന് ചെയ്ത് പഠിച്ചു പോകണം. 3 മാർക്കിനും മാക്സിമം 4 മാർക്കിനൊക്കെ അവർ ചോദിക്കാം. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, കാരണം അത്രയും ചെയ്യാൻ നമുക്ക് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
ഇത് ഒരുപാട് പേര് എന്നോട് വാട്സപ്പിന് അത് ചോദിച്ചാണ്, സാറേ ടെക്സ്റ്റാത്ത് കിടക്കുന്ന മഴ നനയാതിരിക്കാനുള്ള കൊടയുടെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ സാറേ, ഒന്ന് ചെയ്ത് കാണിക്കാവോ സാറേ ചോദിച്ചു. അന്നേരം ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇത് ഒരു കാലത്ത് സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്ഥിരം ക്വസ്റ്റ്യൻ പറഞ്ഞത് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറയത്തില്ലേ വിന്റേജ് ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു. പഴയ പ്രതാപ കാലത്ത് നിന്നിരുന്ന ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ മറക്കണ്ട. നോക്കാം. റെയിൻ ഈസ് ഫോളിംഗ് വെർട്ടിക്കലി വിത്ത് എ സ്പീഡ് ഓഫ് 35 meter per second. A wind starts blowing after some time with a speed of 12 meter per second in east to west direction. In which direction should a boy waiting at a bus stop hold his umbrella? ഒന്ന് ആലോചിച്ച് നോക്കുക. മഴ പെയ്യുന്നത് താഴോട്ടാണ് അല്ലെ, ഒരു ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട്, ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട്. കാറ്റ് വീശുന്നത് ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക. മഴ നനയുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്, താഴോട്ട് ഇങ്ങനെ. എത്ര സ്പീഡിലാണ്? 35 meter per second. ഇതിനെ ഡയഗ്രാം, ഇത് കേൾക്കുന്നവർ കുറിച്ച് വെക്കുക. ഡയഗ്രത്തിന് മാർക്കുള്ളതാണ്. ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ്. മിനിമം 3 മാർക്കിന് ചോദിച്ചായിരിക്കും. അന്നേരം വെർട്ടിക്കലി ഡൗൺവേർഡ്സ് വിത്ത് എ സ്പീഡ് ഓഫ് 35 meter per second. ആ റെയിൻ്റെ ഞാൻ വെക്ടർ എ എന്ന് ഡിനോട്ട് ചെയ്യാം. കാറ്റ് ഇങ്ങോട്ട് വീശും, അത് 12 meter per second. ആ വിൻഡിന്റെ ഞാൻ വെക്ടർ ബി. ഈ എക്കും ബിക്കും ഇടയിലുള്ള ഒരു റെസൊല്യൂഷൻ ഇല്ല, ഇതിന്റെ നടുക്കുള്ള ഒരു റിസൾട്ടന്റ് വെക്ടർ ആണ് ഈ വി എന്ന് പറയുന്നത്. അന്നേരം ഇതിനിടയിൽ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യാമല്ലോ, ആൽഫ. ഇത്രയും കാര്യങ്ങൾ പടം വൃത്തിയായിട്ട് വരയ്ക്കണം. ഇവിടെ ഞാൻ ഡിനോട്ട് ചെയ്തേക്കുന്നത് അങ്ങോട്ട് എപ്പോഴും ഒരു ഈസ്റ്റ് ആണ് നമ്മൾ കാണിക്കുന്നത്, ഈസ്റ്റ്. ഇങ്ങോട്ട് എപ്പോഴും വെസ്റ്റ് ഡയറക്ഷൻ ആണ്. അതോട് നോക്കുക. നിങ്ങൾ ഈ പടം വരച്ചിക്കണമെന്നൊന്നുമില്ല, ഈ പടം കൃത്യമായിട്ട് വരയ്ക്കുക. റെയിൻ താഴോട്ട് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ് വിത്ത് എ സ്പീഡ് ഓഫ് 35 meter per second. വിൻഡ് ബ്ലോസ് അറ്റ് എ സ്പീഡ് ഓഫ് 12 meter per second. അത് എയും ബിയും ആയിട്ട് എടുക്കുക. അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് വി, അതിനുള്ള ആംഗിൾ ആൽഫ. നമുക്ക് എത്ര ആംഗിളിൽ കൂടെ പിടിച്ചാൽ നമുക്ക് മഴ നനയാതിരിക്കാം, ഏത് ഡയറക്ഷനിൽ പിടിച്ചാൽ മഴ നനയാതിരിക്കാം. ഈ 2 ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ആണ്. നിസ്സാരമല്ലേ? ആൽഫ ഈസ് ഈക്വൽ ടു പാരലലോഗ്രാം ലോ വെക്ടേഴ്സിനകത്തൊക്കെ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. tan ഇൻവേഴ്സ് b by a. tan ഇൻവേഴ്സ് ബിക്ക് പകരം കൊടുക്കുക 12. അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റിപ്പോയ പണി കിട്ടും. എക്ക് പകരം 35, 12/35. ആൽഫ ഈസ് tan ഇൻവേഴ്സ് 0.3429. 12/35 ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. ആൽഫ ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 18.9 ഡിഗ്രി. 18.9 ഡിഗ്രി ഞാൻ കുട പിടിച്ചോണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് മഴ നനയാതിരിക്കും. ഇനി ഏത് ഡയറക്ഷൻ പിടിച്ചാൽ മഴ നനയാതിരിക്കാം? ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. അന്നേരം ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്, ഇങ്ങനെയാണ് ഞാൻ പിടിക്കുന്നത്. അന്നേരം ഈസ്റ്റ് ഡയറക്ഷൻ പിടിച്ചാൽ മഴ നനയത്തേയില്ല. അന്നേരം ഡയറക്ഷൻ ഈസ് ടുവേഴ്സ് ദി ഈസ്റ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഡയഗ്രാം നിങ്ങൾ ഇത് വൃത്തിയായിട്ട് ചെയ്യണം. ഇത് തന്നെ ചെയ്ത് പിടിച്ചിട്ട് പോകും, വലിയ വ്യത്യാസമൊന്നും പ്രോബ്ലത്തിൽ വരത്തില്ല. ഈ വാല്യൂ ഒക്കെ വ്യത്യാസം വരത്തേ ഉള്ളൂ. ഈസ്റ്റ് ടു വെസ്റ്റ് പോലും ഒരു മാറ്റത്തില്ല. കറക്റ്റായിട്ട് ചോദിക്കും. ഈ ക്വസ്റ്റ്യൻ ഇടുന്നവർക്കും അറിയാം, കറക്റ്റായിട്ട് ചോദിക്കും. നിങ്ങൾക്ക് ചോദിക്കും എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരമായിട്ടുള്ള പാറ്റേൺ ആണ്. അന്നേരം ഇനി നിങ്ങൾ മഴയത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എത്ര ആംഗിളിൽ മഴ നനയാതിരിക്കാം, ഏത് ഡയറക്ഷൻ മഴ നനയാതിരിക്കാം എന്നൊക്കെ ഓക്കെ ആയല്ലോ. ഓക്കെ. അന്നേരം നമ്മൾ ഇന്ന് 2 സെക്ഷനായിട്ടാണ്, 2 വീഡിയോ ആയിട്ടാണ്, പാർട്ട് 1 പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് മോഷൻ എക്സ്പ്ലെയിൻ തീർന്നത്. അടുത്ത ദിവസം തന്നെ നമുക്ക് ലോസ് ഓഫ് മോഷൻ നമുക്ക് കയറണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇത് മിസ്സാക്കരുത്. ഇത് മിസ്സാക്കിയാലുള്ള ദോഷം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ തന്നെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് അല്ലാതെ ഉണ്ട് നോട്ട്സിനകത്ത്. അല്ലാതെ നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ നമ്മുടെ കോൺഫിഡൻസ് അങ്ങ് പവർ വരട്ടെ എന്നുള്ള രീതി നിൽക്കും. അങ്ങനെ വരണമെന്നില്ല. ഒരു മാർക്ക് പോലും പോകാതെ നമ്മുടെ പിള്ളേർ, നമ്മുടെ മക്കളെല്ലാം മാർക്ക് മേടിച്ചു തരും. ഫിസിക്സിന് ഒറ്റ മാർക്ക് പോലും. അത് ശരി, എനിക്കൊരു ഈഗോ ഉണ്ടെന്ന് വെച്ചു, നിങ്ങൾ ഫിസിക്സിന് ഫുൾ മാർക്ക് കിട്ടണം അല്ലെങ്കിൽ നല്ല ഗംഭീര മാർക്ക് കിട്ടണം എന്നുള്ള ഈഗോ ഉണ്ടെന്ന് വെച്ചു. അതുകൊണ്ടാണ് പറയുന്നത് നാളെ ഒരു സർപ്രൈസ് പാക്കേജ് ഫോർ +1 ഇംപ്രൂവ്മെന്റ് ഫിസിക്സ്. വേറെ എങ്ങും ഈ പാക്കേജ് നോട്ട് അവൈലബിൾ. ഇറ്റ് ഈസ് ഓൺലി ഓൺ ഗിരീഷ് ഫിസിക്സ്. നല്ല കോൺഫിഡൻസ് തന്നെയാണ് പറയുന്നത്. ഓക്കെ വാ, നാളെ കാണാം. ബൈ ബൈ, സീ യു. ഓക്കെ.